ഹേ ഗൈസ്, ഗെറ്റ് റെഡി വിത്ത് മൈ ഹറിബറി വ്ളോഗ്. ഹറിബറി ആയതുകൊണ്ട് ഐസ് എണീറ്റപ്പോൾ മൂഡ് സെറ്റല്ല, ഡ്രസ്സ് ഫിറ്റല്ല, മെഷീനും സെറ്റല്ല. അപ്പോൾ അതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ എൻ്റെ സ്കിൻ കെയറിലോട്ട് കടന്നു. സ്കിൻ കെയർ ഞാൻ മെയിനായി ചെയ്യുന്ന 3 പ്രൊഡക്റ്റ് മാത്രം യൂസ് ചെയ്തുകൊണ്ടാണ് ഞാൻ സ്കിൻ കെയർ ചെയ്യുന്നത് കേട്ടോ. അതിന് മുമ്പേ എനിക്ക് ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാണ്ടായിരുന്നു. ഫേഷ്യൽ ഹെയർ എന്തിനാണ് റിമൂവ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം. അതൊരു മോയ്സ്ചറൈസർ തേച്ചു. അതൻ അല്ലെങ്കിൽ അലോവേറ ജെല്ലായാലും മതി. നിങ്ങളടുത്തുള്ളത് എന്താണോ അതാണ് ഉപയോഗിച്ചാൽ മതി കേട്ടോ. ദെൻ സ്കിന്നൊന്നിങ്ങനെ പൊന്തിച്ച് പിടിച്ചിട്ട് താഴത്തോട്ട് ഡൗൺവേർഡായിട്ട് ഇങ്ങനെ ചെയ്യുക. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ആ റേസറിൻ്റെ തലപ്പത്ത് എത്ര ചളിയാണ്, ഡേർട്ടാണ് വരുന്നത്. നമ്മൾ എത്ര കുളിച്ചു അല്ലെങ്കിൽ ഫേസ് വാഷ് ചെയ്താലും നമ്മളുടെ ഡെഡ് സ്കിന്ന് ഫേസിലുണ്ടാവും. അതിൻ്റെ മുകളിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന മേക്കപ്പ് ക്രീംസൊക്കെ അടിഞ്ഞു കൂടിയിട്ടാണ് പിമ്പിൾസ് ബ്രേക്ക് ഔട്ട് ആവുന്നത്. 3 പ്രൊഡക്റ്റാണ് ഞാൻ കാണിച്ചത്. ഈ 3 പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടാണ് എൻ്റെ മേക്കപ്പ്. എന്നിട്ട് നല്ലൊരു ക്ലെൻസറോ എന്താ വെച്ചാൽ ഫേസ് വാഷൊക്കെ യൂസ് ചെയ്തിട്ട് മുഖം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നല്ലൊരു മോയ്സ്ചറൈസറും സൺസ്ക്രീമും അപ്ലൈ ചെയ്യുക. ഇത് മസ്റ്റാണ്. സൺസ്ക്രീം എപ്പോഴും മസ്റ്റാണ് കേട്ടോ. ദെൻ നന്നായിട്ട് ഞാനൊന്ന് കണ്ണെഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു ഗുഡ് വൈബ്സിൻ്റെ ലിപ് ബാം തന്നെയാണ് ഞാൻ ടിൻഡറായിട്ടും ബ്ലഷായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് മാത്രമേ ഉള്ളൂ എൻ്റെ മേക്കപ്പ് കംപ്ലീറ്റായി. മേക്കപ്പ് മീൻസ് സ്കിൻ കെയർ കംപ്ലീറ്റായി. ഇതിന് പുറമെ വേറൊരു മേക്കപ്പിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിന് എനിക്കൊരു കോൺഫിഡൻറ്റ് ലുക്ക് തരുന്നുണ്ട് കേട്ടോ. പിന്നെ ലിപ് ബാമിൻ്റെ കാര്യം എന്ന് പറയാം, ഞാനിപ്പോൾ സ്വിച്ച് ചെയ്തതാണ്. ഞാൻ ലിപ്സ്റ്റിക്ക് നന്നായി യൂസ് ചെയ്തിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ലിപ്പിൻ്റെ കളർ നിങ്ങൾക്ക് കണ്ടാലറിയും. സോ ഞാൻ സ്വിച്ച് ചെയ്തതാണ്. അപ്പോൾ നല്ലൊരു ഇത് യൂസ് ചെയ്യുക. ലിപ്സ്റ്റിക്ക് സ്വിച്ച് ചെയ്യുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഐസുവിൻ്റെ ഓൾ ടൈം ആണിത്. കാരണം ഓൾ ഇൻ വൺ ഓൾ ടൈം എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഓൾ ബർത്ത് ടൈമിൽ ഞാൻ യൂസ് ചെയ്യുന്ന ക്രീമാണ് ഡെർമാഡിയോ. അത് തന്നെയാണ് ഒക്കെ അപ്ലൈ ചെയ്യാറുള്ളത്. ദെൻ എൻ്റെ മനസ്സിലൊക്കെ പറയുന്നത് ബസ് പോവോ എന്നാണ്. ഐസു ഉച്ച നേരമായി, ഐസു ഉറങ്ങുന്ന ടൈമായി. സോ ഞാൻ എൻ്റെ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ബസ്സൊക്കെ കിട്ടിയിട്ടോ. ദെൻ എൻ്റെ ലുക്കൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഒരു ഫിറ്റ് ചെക്കൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു ഓഞ്ഞ ഫിറ്റ് ചെക്കാണ് കിട്ടിയിട്ടുള്ളത്. അഡ്ജസ്റ്റ് ചെയ്യാം കണ്ടോ. ഞാൻ എൻ്റെ കുട്ടിയൊക്കെ ഒരുങ്ങി വന്ന് ദെൻ ബസ്സൊക്കെ കിട്ടിയിട്ടോ. ഐസുവിന് ഇഷ്ടപ്പെട്ട ഒരു യാത്രയാണ് ബസ് യാത്ര. സോ ഹസ്ബൻഡ് വീട്ടിലേക്കാണ്. നമ്മൾ എവിടേക്ക് പോകണമെന്നൊന്നും പറഞ്ഞില്ലല്ലേ. അവിടെ ഒരു സിസ്റ്ററിൻ്റെ കയറി താമസമുണ്ട്, അതിന് പോയതാണ്. ചെന്നപ്പോൾ തന്നെ പിന്നെ ഫുഡാണ് കഴിച്ചു. പിന്നെ എൻ്റെ മൂത്തച്ഛന്മാരാണോ അല്ല, പിന്നെ ഈ സെക്ഷനിൽ ഇരുത്തിക്കണം. അവിടെ ഇരുന്നാലേ നമുക്ക് കാര്യമുള്ളൂ. ദെൻ കുട്ടികൾക്ക് ഒരേ നിർബന്ധം, സെലിബ്രിറ്റി ആയതുകൊണ്ട് ഒരു ഫോട്ടോ, ഒരു വീഡിയോ, ഒരു ഫോട്ടോ. പിന്നെ അതുകൊണ്ട് സാധിച്ചു കൊടുത്ത്. ഐസൊക്കെ അപ്പോൾ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഓൾ ഉണർന്ന് വന്നപ്പോൾ ഓൾ 2 വീഡിയോ ഒക്കെ എടുത്ത് നമുക്ക് പോകണ്ടേ, തിരിച്ചു പോകാൻ സമയമായി ഗൈസ്. അതിപ്പോൾ എന്താ പറയാനുള്ളത്, സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. സബ്സ്ക്രൈബ്, കമൻറ്റ് ആൻഡ് ഷെയർ. അപ്പം അത്രേ ഉള്ളൂ.